അനുരാഗി ഇതാ അനുരാഗി ഇതാ നമസ്കാരം. പൂവച്ചൽ ഖാദർ എന്ന ഗാനരചയിതാവിനെയാണോ, കവിയെയാണോ, അതോ പൂവച്ചൽ ഖാദർ എന്ന മനുഷ്യനെയാണോ അനുസ്മരിക്കേണ്ടത് എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. തീർച്ചയായും പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരുന്നത് പൂവച്ചൽ ഖാദർ എന്ന മനുഷ്യൻ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ ജീവിത ശൈലിയും പെരുമാറ്റവും സ്വഭാവവിശേഷങ്ങളൊക്കെ വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഖാദർക്ക. ഖാദർക്കയുടെ മരണവാർത്ത അറിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ ശ്യാം സാർ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വളരെ വികാരഭരിതനായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും നന്മ നിറഞ്ഞ മനുഷ്യൻ എന്നാണ് ശ്യാം സാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. സിനിമയ്ക്ക് ഒരിക്കലും യോജിച്ചു പോവാത്ത സ്വഭാവവിശേഷങ്ങളായിരുന്നു ഖാദർക്കയുടെ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എക്കാലവും സിനിമയുടെ കച്ചവട വഴികളുമായിട്ട് കലഹിച്ച ആളാണ്. ഒരിക്കലും സിനിമയിലെ പന്തയത്തിൻ്റെ ഭാഗമായിരുന്നില്ല. സിനിമയിലെ ആൾക്കൂട്ടങ്ങളിൽ നിന്ന്, കോക്കസുകളിൽ നിന്ന്, ഗ്രൂപ്പുകളിൽ നിന്ന് എന്നും ഒഴിഞ്ഞു മാറി നിന്ന ഒരു മനുഷ്യനായിരുന്നു. ശ്യാം സാറിനെ പറയണ്ടായി, പ്രതിഫലം ചോദിച്ച് വാങ്ങുവാൻ പോലും അറിയാത്തൊരു മനുഷ്യനായിരുന്നു ഖാദർക്ക എന്ന്. ഒരു കവറിൽ തുകയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് അതെന്ന് എണ്ണി നോക്കുക പോലും ചെയ്യാതെ വാങ്ങി കീശയിലിട്ട് സ്ഥലം വിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. അതുകൊണ്ട് ഖാദർക്കയെക്കുറിച്ച് എല്ലാ സംസാരങ്ങളിലും ഖാദർക്ക എന്ന മനുഷ്യൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഖാദർക്ക എന്ന ഗാനരചയിതാവ്, മലയാളികൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനങ്ങളുടെ ശില്പി. ഖാദർക്കയിലെ ഗാനരചയിതാവിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കടന്നു വന്ന കാലത്തെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കണം. ശരിക്കും പറഞ്ഞാൽ ആ കാലത്തിൻ്റെ അനിവാര്യതയായിരുന്നു പൂവച്ചൽ ഖാദറും ബിച്ചു തിരുമലയൊക്കെ. 1970കളുടെ മധ്യത്തോടെയാണ് സിനിമയിൽ ഇവരൊക്കെ സജീവമാകുന്നത്. അപ്പോൾ അപ്പോഴേക്കും മലയാള സിനിമയിലെ ഒരു കാലഘട്ടം അസ്തമിച്ചു തുടങ്ങിയിരുന്നു. ഉദാത്തമായ രചനകളും സംഗീതവും ഒക്കെ നിറഞ്ഞിരുന്ന വലിയ വലിയ കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു അതുവരെ. വയലാർ ദേവരാജൻ, പി ഭാസ്കരൻ, ബാബുരാജ്, ശ്രീകുമാരൻ തമ്പി, ദക്ഷിണാമൂർത്തി, അങ്ങനെ വളരെ വിജയകരമായിട്ട് അശ്വമേധം നടത്തിയ അല്ലെങ്കിൽ ജൈത്രയാത്ര നടത്തിയ കൂട്ടുകെട്ടുകളായിരുന്നു അവ. പക്ഷേ 70കളുടെ തുടക്കത്തോടു കൂടി സിനിമയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ സംഗീതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറി. അതിനൊരു കാരണം അക്കാലത്ത് രംഗത്ത് വന്ന സംഗീത സംവിധായകർ തന്നെയായിരിക്കും. അതുവരെയുള്ള രീതിയിൽ നിന്ന് മാറി ഗാനത്തിൽ സാഹിത്യാംശത്തിന് അത്ര വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ അതുവരെ വയലാറോ ഭാസ്കരനോ ശ്രീകുമാരൻ നമ്പിയോ ONV ഒക്കെ കൽപ്പിച്ചിരുന്ന ആ പ്രാധാന്യം അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യമില്ല. സംഗീതമാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന കുറേ സംഗീത സംവിധായകർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ പലരും മലയാള ഭാഷയായിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു, മലയാളം അറിയാത്തവരും ഉണ്ടായിരുന്നു. അവർ ഭൂരിഭാഗം പേരും ആദ്യം ഈണമിട്ട് ഗാനങ്ങൾ എഴുതിക്കുന്നതിലായിരുന്നു തൽപരന്മാർ. ശ്യാം ഉണ്ടായിരുന്നു, KJ ജോയ് ഉണ്ടായിരുന്നു, AT ഉമർ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു, ശങ്കർ ഗണേഷ്. അപ്പം ഇവർക്ക് വേണ്ടിയിരുന്നത് ക്ലിപ്ത സമയത്തിനുള്ളിൽ അനായാസം പാട്ടിൻ്റെ വരികൾ എഴുതി കൊടുക്കാൻ കഴിയുള്ള, അതായത് ഈണത്തിനനുസരിച്ച് പാട്ടിൻ്റെ വരികൾ എഴുതി കൊടുക്കാൻ കഴിവുള്ള പ്രൊഫഷണലായിട്ടുള്ള ഗാനരചയിതാക്കളായിരുന്നു. അവർക്ക് കാവ്യഗുണം കൂടി ഉണ്ടെങ്കിൽ, കാവ്യപ്രതിഭ കൂടി ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് പൂവച്ചൽ ഖാദർ വരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ സങ്കല്പങ്ങളോടെയാണ് കടന്നു വന്നത്. കവിതയൊക്കെ എഴുതിയിട്ടാണ് തുടങ്ങിയത്,
അദ്ദേഹം ആദ്യം സഹകരിച്ച സിനിമ കവിത എന്നായിരുന്നു അതിൻ്റെ പേര് തന്നെ. ആ സിനിമയിൽ കുറച്ച് കവിതാ ശകലങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ കാവ്യഗുണമുള്ള വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിയൊക്കെ പോലുള്ള കവിതകൾ ഗാനങ്ങളൊക്കെ എഴുതാം എന്ന് വിചാരിച്ച് കടന്നു വന്ന ഖാദർ കെ കാത്തിരുന്നത് വേറെ വളരെ വ്യത്യസ്തമായിട്ടൊരു വെല്ലുവിളിയാണ്. ഈണത്തിനനുസരിച്ചിട്ട് പാട്ട് എഴുതുക. അത് വളരെ അനായാസം, വളരെ പ്രൊഫഷണലായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കോച്ചൽ ഖാദർ. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. 1500 പാട്ടുകൾ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഭാവിലാസം തന്നെയാണ്. ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അത് ഇന്ന രീതിയിൽ അതിൻ്റെ ഭാവം ഇന്നതാവണം എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരൊറ്റ ഇരിപ്പിൽ പാട്ടെഴുതാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കായലും കയറും എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനൊരു ഈണമുണ്ട്. KV മഹാദേവനാണ് സംഗീത സംവിധായകൻ. ആ ഈണത്തിനനുസരിച്ച് അദ്ദേഹം ഒരു വരി ഒരു ഗാനം എഴുതി കൊടുക്കുന്നു. ഗാനം നല്ല ഗാനമാണ്, പക്ഷെ സംവിധായകൻ അത്ര തൃപ്തി പോരാ. കാരണം കുറച്ചൊരു ലൈറ്റർ ആക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ കുറച്ചും കൂടി റൊമാൻറ്റിക് ആവാം എന്നൊരാഗ്രഹം. അപ്പോൾ വളരെ കൃതഹസ്ഥനായ സംഗീത സംവിധായകൻ KV മഹാദേവൻ നിമിഷ നേരം കൊണ്ട് ട്യൂൺ മാറ്റി. അപ്പോൾ ഖാദർക്ക് അതൊരു വെല്ലുവിളിയെ എടുത്തു. കാരണം സംഗീത സംവിധായകൻ ഇത്രയും പെട്ടെന്ന് ട്യൂൺ മാറ്റാൻ കഴിഞ്ഞാൽ എഴുത്തുകാരൻ പിന്നിലായിക്കൂടല്ലോ. ഉടനെ അദ്ദേഹം, അതായത് നിമിഷങ്ങൾക്കകം അദ്ദേഹം ആ ഈണത്തിനനുസരിച്ചൊരു പാട്ട് എഴുതുന്നു. ആ പാട്ട് അതിനനുസരിച്ച് ആ സ്കെയിലിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അതിൽ ഒതുങ്ങിയുന്ന ഒരു പാട്ടായിരുന്നു. ആ പാട്ട് മലയാളികൾ എക്കാലവും ഏറ്റുപാടാൻ പോകുന്ന പാട്ടാണെന്ന് അന്ന് അദ്ദേഹം സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിയിരുന്ന പാട്ടായിരുന്നു അത്. അങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊന്നും സങ്കല്പിക്കാത്ത രീതിയിൽ പെട്ടെന്ന് പാട്ടെഴുതി കൊടുക്കേണ്ടി വരും. ഒരിക്കൽ ഭരതൻ്റെ ഒരു സിനിമ നടക്കുകയാണ്, ചാമരം. അപ്പോൾ ഭരതൻ ആകാശവാണി ലളിതഗാനങ്ങളുടെ ഒരു ആരാധകനാണ്. തിരുവനന്തപുരം ആകാശവാണിയിൽ MG രാജേഷനൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളുടെ വലിയ ആരാധകനാണ്. കോച്ചൽ ഖാദർ എഴുതിയിട്ടുള്ള പാട്ടുകളുണ്ട്. ഉദാഹരണത്തിന് ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ, രാമായണക്കിളി, ശാരികപ്പൈങ്കിളി. അങ്ങനെ കോച്ചൽ ഖാദറും MG രാധാകൃഷ്ണനും കൂടി ചേർന്നൊരുക്കിയ എത്രയോ ലളിതഗാനൻ്റെ ആരാധകനാണ് ഭരതൻ. അപ്പോൾ അതുപോലൊരു പാട്ട് സ്വന്തം സിനിമയിൽ വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അക്കാലത്ത് ആകാശവാണിയിൽ കേട്ട ഒരു കവിതയുണ്ട്. അതായത് G ശങ്കർക്കുറുപ്പ് മുഴുവാറ്റം നടത്തിയ ഗീതാഞ്ജലിയിൽ നിന്നുള്ള ഒരു കവിതയാണത്. അത് നാഥാനിൻ സിംഹാസനത്തിൽ, ടാഗോറിൻ്റെ ഒരു കവിതയുടെ പരിഭാഷയാണ്. അപ്പോൾ ഇത് MG രാജേഷനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റേഡിയോയിൽ സ്ഥിരമായിട്ട് വരുന്ന പാട്ടാണ്. ഭരതൻ അതുപോലൊരു പാട്ട്, അതേ ഈണത്തിലൊരു പാട്ട് വേണം എന്നാണ് MG രാജേഷനോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വരികൾ പക്ഷേ എടുക്കാൻ പറ്റില്ല. കുറച്ചും കൂടി ആഴമുള്ള അർത്ഥതരങ്ങളുള്ള വരികളാണ്. ശരിക്കൊരു ഗാനം, ലളിതമായിട്ടുള്ളൊരു ഗാനം വേണം അതിന്. കോച്ചൽ ഖാദറിനെ വിളിച്ചു വരുത്തി. ഖാദർക്ക ഭരതത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനരചയിതാവാണ്, എഴുതാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു, നാഥ എന്നുള്ള ആ തുടക്കത്തിലെ വാക്ക് നിലനിർത്തണം, ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഭാവന അനുസരിച്ച് എഴുതിക്കോളൂ. അതും ഈ പറഞ്ഞ മാതിരി ആ ട്യൂണിനനുസരിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം നാഥ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവക വീതിയിൽ എൻ മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു എന്ന് ഈണത്തിനനുസരിച്ച് എളുപ്പത്തിൽ എഴുതി കൊടുത്തു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എഴുതിയിട്ട് പോലും എന്തൊരു മനോഹരമാണ് ആ കൽപ്പന. വളരെ ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ട് ആ വരികൾക്ക്. അതുപോലെ ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു ഗാനം ഉത്സവം എന്ന് പറയുന്ന സിനിമയിൽ എഴുതിയിട്ടുണ്ട്. എത്ര മനോഹരമാണ് ആ ദൃശ്യകൽപ്പന, ദൃശ്യചാരുത. മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച പ്രണയഗാനങ്ങളിലൊന്നാണത്. ഉത്സവം എന്ന് പറയുന്ന സിനിമയിൽ A.T. ഉമർ കമ്പോസ് ചെയ്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ എത്ര എന്താ പറയുക, എല്ലാ പരിമിതികൾക്കും ഒരു പാട്ട് ഈണത്തിനനുസരിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് വലിയ വലിയ പരിമിതികൾ. പണ്ടത്തെ കവികളെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ മതി, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ഭാവനയ്ക്ക് ചിറക് വിരിച്ച് പറന്നു വരാം. പക്ഷേ ഇവിടെ പുതിയ കാലത്ത് അങ്ങനെയല്ല. ഒരു പ്രത്യേക ഈണത്തിനനുസരിച്ച് വേണം എഴുതാൻ. ചിലപ്പോൾ ചില സംഗീത സംവിധായകർക്ക് ഇന്ന പദങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നുണ്ടാവും. പിന്നെ അത് പാടുന്ന നായകൻ്റെ പേഴ്സണാലിറ്റി, സ്ക്രീൻ പേഴ്സണ, പിന്നെ ആ സംവിധായകൻ്റെ അഭിരുചികൾ, ഡിസ്ട്രിബ്യൂട്ടറുടെ വരെ
ആഗ്രഹത്തിനനുസരിച്ച് പാട്ട് എഴുതിയ കഥ ഖാദർക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ എഴുതുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. അത് തന്നെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ പാളങ്ങളുടെ കമ്പോസിങ് സമയത്ത് ഒരു ഈണം ജോൺസൺ പാടിക്കൊടുത്തപ്പോൾ വളരെ പെട്ടെന്നാണ് ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ എന്ന് പറയുന്ന ആ വരികൾ പല്ലവി എഴുതി കൊടുത്തത്. അപ്പോൾ സാധാരണഗതിയിൽ ഭരതൻ ആദ്യത്തെ വരികൾ ഒരിക്കലും ആ നിഷ്കരണം തള്ളിക്കളയാണ് പതിവ്. പക്ഷേ ഈ തവണ ആ വരികൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അത് അപ്പം തന്നെ കമ്പോസ് ചെയ്തോളം പറഞ്ഞു. അങ്ങനെ ഉണ്ടായ പാട്ടാണത്. മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയഗാനം ഭാവഗീതങ്ങളിൽ ഒന്നായിട്ട് അത് നിലനിൽക്കുന്നു. അതുപോലെ ജോൺസണുമായി ചേർന്നിട്ടുള്ള അനുരാഗിണി എത്ര മനോഹരമായ പാട്ടാണ്. ഒരു റൊമാൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഖാദർക്ക എങ്ങനെ ഇത്രയും മനോഹരമായ പ്രണയഗാനങ്ങൾ എഴുതുന്നു? അപ്പോൾ ഖാദർക്ക പറഞ്ഞു, എനിക്ക് ഉള്ളിൽ പ്രണയമില്ലാത്ത ആരാ ഉള്ളത്? പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സങ്കല്പത്തിൽ ഒരു കാമുകിയെ കണ്ടിട്ടൊന്നുമല്ല എഴുതാറുള്ളത്. ഇതൊരു പ്രൊഫഷനാകുമ്പോൾ നമ്മൾ ഒരു പ്രണയഗാനാണ് എഴുതുന്നെങ്കിൽ നമ്മൾ കാമുകനായി മാറിയേ പറ്റൂ. ഒരു ഭക്തിഗാനം അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഭക്തിഗാനാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൊന്ന്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു എന്ന് പറയുന്ന ഗാനം. അത് പാടിയത് മേരി ശൈല എന്ന് പറയുന്ന ഗായികയാണ്. അവരാകെ ആ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. ഖാദർക്ക മരിച്ചപ്പോൾ ഞാൻ അവർക്ക് ഈ മെസ്സേജ് അയച്ചപ്പോൾ അവർ വളരെ വിഷമത്തോടെ എന്നെ എന്തെങ്കിലും ഒരു ആളാക്കി മാറ്റിയ, അറിയപ്പെടുന്ന ഒരു ആളാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു, വലിയ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അവർ ആ പാട്ട് പാടിയ ശേഷം അജ്ഞാതിയായിട്ട് ജീവിക്കണം. അവർ പിന്നീട് വിസ്മൃതിയിൽ മറഞ്ഞ ഒരു ഗായികയാണ്. അപ്പോൾ ഇതുപോലുള്ള ഭക്തിഗാനങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഭക്തനായിട്ട് മാറുന്നു, വിരഹഗാനം എഴുതുമ്പോൾ വിരഹിയായിട്ട് മാറുന്നു, വാത്സല്യം ആയിരിക്കും ചിലപ്പോൾ ഒരു താരാട്ട് എഴുതാൻ വേണ്ട. അങ്ങനെ ആ സിറ്റുവേഷന് ആ ഗാനത്തിന് അനുയോജ്യമായ ഭാവം നമ്മളിലേക്ക് സ്വയം ആവാഹിച്ച് എഴുതുക. അത് വളരെ അൾട്രാ പ്രൊഫഷണലായിരുന്നു അദ്ദേഹം. പിന്നെ പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് പൂവച്ചൽ ഖാദർ ഇത്രയും പാട്ടുകൾ എഴുതി, 1500 പാട്ടുകൾ എഴുതിയിട്ട് ഒരു അംഗീകാരവും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അതിന് ഒരു പരിധിവരെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം എഴുതിയ പാട്ടുകളിൽ ഭൂരിഭാഗവും ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകൾ പടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൽ തട്ടുപൊളിപ്പൻ പടങ്ങളുണ്ട്, കുറ്റാന്വേഷണ സിനിമകളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ മഞ്ഞപ്പടത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുന്ന സോഫ്റ്റ് പോൺ ആയിട്ടുള്ള ചില രാത്രിപ്പടങ്ങൾ, അത്തരത്തിലുള്ള പടങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എന്തിനെഴുതിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, കടപ്പാട് കൊണ്ട്. ആ കടപ്പാട് എന്ന് പറയുന്നത് പൂവച്ചൽ ഖാദർ എന്ന മനുഷ്യൻ്റെ ദൗർബല്യവുമാണ്, ഒരേ സമയം അതേ ശക്തിയുമാണ്. കാരണം സൗഹൃദങ്ങളായിരുന്നു എക്കാലവും അദ്ദേഹത്തിൻ്റെ ശക്തിയും ദൗർബല്യവും. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബ്രേക്ക് നൽകിയ കായലും കയറും എന്ന സിനിമയിലെ സംവിധായകൻ KS ഗോപാലകൃഷ്ണൻ പിന്നീട് എക്കാലവും സിനിമ എടുത്തത് എത്ര മോശപ്പെട്ട സിനിമയാണെങ്കിലും അതിനെ എഴുതാൻ വിളിച്ചാൽ അദ്ദേഹം പ്രതിഫലം പോലും നോക്കാതെ പോയി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് വളരെ അപൂർവമായിട്ട് ഭരതൻ, IV ശശി, ഒരു തവണ സിബി മലയിൽ, അങ്ങനെ വലിയ അല്ലെങ്കിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന കുറച്ചും കൂടി നിലവാരമുള്ള സിനിമകൾ എടുക്കുന്ന സംവിധായകരുടെ പടങ്ങളിൽ വളരെ അപൂർവമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ മനോഹരമായ ഗാനങ്ങൾ എഴുതാൻ കഴിഞ്ഞു. അദ്ദേഹം പറയാണ്, ഞാൻ എഴുതിയിട്ടുള്ള പടങ്ങളിൽ കാവ്യഗുണമുള്ള പാട്ടുകളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും പാട്ടുകൾ എഴുതി കൊടുക്കുക, പോരാ ട്യൂണിനനുസരിച്ച്, അത്രയേ ഉള്ളൂ. അവർക്കും സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള 100 കണക്കിന് പടങ്ങൾ എഴുതേണ്ടി വന്നു. അപ്പം ഇത്തരം പടങ്ങളൊന്നും അവാർഡിനൊന്നും പോയില്ല. അവാർഡിന് പോകുന്ന ഉദാത്തമായ ചലച്ചിത്ര ശില്പങ്ങളാണ്. അത്തരം പടങ്ങളിൽ വളരെ അപൂർവമായിട്ട് എഴുതിയിട്ടുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം താൻ അവാർഡിന് പരിഗണിക്കപ്പെടാത്തത് എന്ന് വിനയപൂർവ്വം അദ്ദേഹം പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ചില പാട്ടുകളൊക്കെ, ഇപ്പോൾ നാഥാ നീവരു ആയാലും, ഏതോ ജന്മകൽപ്പനയിൽ, അനുരാഗിണി, ആദ്യ സമാഗമലജിയിൽ ധാരാളം പാട്ടുകൾ, ആ പാട്ടുകളൊന്നും അവാർഡിനൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ലോ എന്ന് തോന്നാറുണ്ട്. പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും ഈ പാട്ടുകൾ പൂവച്ചൽ എഴുതിയാണെന്ന് പോലും പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. P. ഭാസ്കരനൊക്കെ പലരും ചാർത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദുര്യോഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ശ്യാം സാറ് പറഞ്ഞ പോലെ ഈ മുഖ്യധാരയിലൊന്നും പെടാതെ, അല്ലെങ്കിൽ വലിയ സാധാരണ സൗഹൃദങ്ങൾക്കപ്പുറത്ത് വലിയ ബിസിനസ് കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ ഒരു ഫോർമുലയുടെ ഭാഗമാകുക, ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ റോഡിൻ്റെ ഒരു അരികിലൂടെ നിശബ്ദനായിട്ട്, ഒരു വിനയാന്വിതനായിട്ട്
മിതഭാഷിയായിട്ട് നടന്നുപോയൊരു സാധാരണ മനുഷ്യനായിരുന്നു ഖാദർക്ക. മലയാള സിനിമയിൽ അദ്ദേഹം ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ ഏറെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടു പോയ പാട്ടുകൾ ഒന്നും മലയാളിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ അവസാനമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചത് മരിക്കുന്നതിന് ഒരു 2-3 ആഴ്ച മുന്നെയാണ്. അതിനു മുമ്പ് ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് ഏതോ ജന്മകൽപ്പനയിൽ എന്ന് പറയുന്ന പാട്ടിനെക്കുറിച്ച് ഞാൻ ഗൃഹലക്ഷ്മിയിൽ എൻ്റെ ഒരു കോളം, കാതോരം എന്ന് പറയുന്നൊരു കോളമുണ്ട്. ആ കോളത്തിന് വേണ്ടിയിട്ട് ആണ് സംസാരിച്ചത്. അത് എഴുതിയിരുന്നു. അപ്പോൾ എഴുതി വായിച്ചിട്ട് ആരോ അദ്ദേഹത്തോട് നല്ല അഭിപ്രായം പറഞ്ഞ് അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ അതൊരിക്കലും ഇങ്ങനെയുള്ള സംസാരങ്ങൾ വായിച്ച ശേഷം വിളിച്ച് ഉള്ള സംഭാഷണമൊന്നും അദ്ദേഹം മുടക്കാറില്ല. വളരെ ഏത് കാലം എത്രയോ വർഷങ്ങളായിട്ട് 25-30 വർഷങ്ങളായിട്ട് അദ്ദേഹം മുടക്കാത്തൊരു ശീലം. അത് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ അദ്ദേഹം ഇത് മുടക്കിയില്ല. അന്നൊന്നും അദ്ദേഹം അത്ര അനാരോഗ്യവാനായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ വിധി അദ്ദേഹത്തെ കവർന്നെടുത്തു. ഈ അംഗീകാരം ലഭിക്കാത്തതിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ദുഃഖിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. പക്ഷേ ഇപ്പോൾ പലരും ഈ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഏറ്റവും അധികം റീമിക്സ് ചെയ്യപ്പെടുന്നത്, കവർ വേർഷൻസ് വരുന്നത്. ഇപ്പോൾ മന്ദാരച്ചെപ്പുണ്ടോ, അല്ലെങ്കിൽ ഏതോ ജന്മകൽപ്പനയിൽ, നാഥാ നീ വരും, ശരറാന്തൽ, അങ്ങനെയുള്ള പാട്ടുകൾ, ഈ പാട്ടുകൾ കൂടുതൽ റീമിക്സ് ചെയ്യപ്പെടുന്നു. കവർ വേർഷൻസ് ധാരാളം പുറത്തു വരുന്നു. പുതിയ ഗായകർ അത് റിയാലിറ്റി ഷോകളിൽ പാടുന്നു. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്ന, അംഗീകാരം എന്ന് പറയുന്നത് ഇതാണ്. ഈ തലമുറ ആ പാട്ടുകൾ, അതായത് 10-25-30 വർഷത്തിന് ശേഷം ഈ പാട്ടുകൾ ജീവിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായ കാര്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും തോന്നി. കാരണം മലയാളികൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു ഗാനരചയിതാവാണ്. ഈ കവർ വേർഷൻസ് എടുക്കുന്ന കുട്ടികൾക്ക് പോലും അത് എഴുതിയത് പൂച്ചൽ ഖാദർ ആണോ എന്ന് അറിയാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ അടിയിലുള്ള ക്രെഡിറ്റ്സിലൊന്നും അദ്ദേഹത്തിൻ്റെ പേര് കാണാറില്ല. പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് പരിഭവമുണ്ട്. ആരോടും പരിഭവമില്ലാതെ, ആരോടും ദേഷ്യമില്ലാതെ, സിനിമയുടെ കച്ചവട വഴികളിൽ നിന്ന് അകന്ന്, എല്ലാ ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്ന്, തൻ്റേതായ ഒരു സ്വപ്ന ലോകത്ത്, ഒരു സ്വപ്ന ജീവിയെപ്പോലെ വിഹരിച്ച മനുഷ്യനായിരുന്നു പൂച്ചൽ ഖാദർ. അതുകൊണ്ട് പൂച്ചൽ ഖാദർ എന്ന ഗാനരചയിതാവിനെ മാത്രമല്ല, പൂച്ചൽ ഖാദർ എന്ന നല്ല മനുഷ്യനെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടമാണിത്. ഖാദർക്ക നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഗാനങ്ങൾ ഈ നിമിഷവും ഇത് കേട്ടിരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയൊക്കെ മനസ്സിലുണ്ടാവും. ആ പാട്ടുകൾ, ആ ഈണങ്ങൾ, ആ രചനകൾ, അത് തന്നെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ സ്മരണാഞ്ജലി. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാം. ആ ഗാനങ്ങൾ നമ്മളെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ എല്ലാ ആദരാഞ്ജലികളും ഖാദർക്കയ്ക്ക്. നന്ദി.